ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹിസ്റ്ററിയുടെ ക്ലാസ് ആണ്. അപ്പോൾ ഹിസ്റ്ററിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോർച്ചുഗീസുകാരുടെ ആഗമനത്തെക്കുറിച്ചെല്ലാം പഠിച്ചിരുന്നു. 1497 ലിസ്ബൺ തുറമുഖത്തു നിന്നും വാസ്കോ ഡ ഗാമ അങ്ങനെ കപ്പലിൽ കയറി 3 കപ്പലിൽ കയറിയിട്ട് അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ടു. മാനുവൽ വാൻ രാജാവിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു അദ്ദേഹം ഇന്ത്യ കണ്ടുപിടിക്കാൻ വേണ്ടി പുറപ്പെട്ടത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മാനുവൽ രാജാവ് അദ്ദേഹത്തെ വാസ്കോ ഡ ഗാമയെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അങ്ങനെ 1498 മെയ് 20 നമ്മുടെ കാപ്പാട് തുറമുഖത്ത് വാസ്കോ ഡ ഗാമ കാലുകുത്തി. അങ്ങനെ വാസ്കോ ഡ ഗാമ പുതുതായിട്ട് ഈ ഒരു വഴി കണ്ടുപിടിച്ചപ്പോൾ അവർ കാർട്ടസ് എന്ന വ്യവസ്ഥ നടപ്പിലാക്കി. കാർട്ടസ് എന്ന വ്യവസ്ഥ എന്താണ്? ഇന്ത്യയിലേക്ക് വരുന്ന ചരക്ക് കപ്പലുകളോ അല്ലെങ്കിൽ കപ്പലുകൾക്ക് ഒരു ചുങ്കം ഏർപ്പെടുത്തിയാണ് കാർട്ടസ് വ്യവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ 1498 നിന്നും 99 വാസ്കോ ഡ ഗാമ നേരെ തിരിച്ചുപോയി. വാസ്കോ ഡ ഗാമ കോഴിക്കോടാണ് കാലുകുത്തിയത്. സാമൂതിരി രാജാവുമായിട്ട് നേരെ വാണിജ്യ കരാറിൽ ഏർപ്പെടാൻ പറ്റില്ല. അദ്ദേഹം നേരെ കോലത്തേരി രാജാവിനെ കണ്ടെത്തി. അങ്ങനെ അവിടുന്ന് അദ്ദേഹം എല്ലാത്തിനുമുള്ള സഹായം ചെയ്തു. പിന്നെ 1502 അദ്ദേഹം രണ്ടാമതായിട്ട് വന്നു. അഞ്ചുദ്വീപിലാണ് കാലുകുത്തിയത്. പിന്നെ മൂന്നാമതായിട്ട് 1524 വൈസ്രോയി ആയിട്ട് അദ്ദേഹം വന്നു. 1524 ഡിസംബർ 24 ക്രിസ്മസിന്റെ തലേ ദിവസം അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ കബറടക്കി. 15 കൊല്ലത്തിന് ശേഷം അദ്ദേഹത്തെ തിരിച്ച് ലിസ്ബണിൽ കൊണ്ടുപോയിട്ട് അവിടെയുള്ള കത്തീഡ്രൽ പള്ളിയിൽ, അതാണ് ജെറോണിമസ് കത്തീഡ്രൽ പള്ളിയിൽ അടക്കം ചെയ്യുകയും ചെയ്തു. പിന്നെ അറിയാനുള്ള പെട്രോ അൽവാരസ് കബ്രാലാണ് 1500 ഇന്ത്യയിലെത്തി. അദ്ദേഹം പണ്ടകശാല സ്ഥാപിച്ചു. പിന്നെ ഫ്രാൻസിസ്കോ ഡി അൽമീഡയാണ് പോർച്ചുഗീസുകാരുടെ ആദ്യ വൈസ്രോയി എന്ന് പറയുന്നത്. 1505 മുതൽ 1509 വരെയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? സെന്റ് ആഞ്ചലോസ് കോട്ട സ്ഥാപിച്ചു. അതുപോലെ നീല ജലനയം പ്രഖ്യാപിച്ചു. ചോളിൽ പരാജയപ്പെട്ടു. 1509 അതിന് പരിഹാരം വിട്ട് 1508 ചോളിൽ പരാജയപ്പെട്ടത്. പിന്നെ രണ്ടാമത്തെ വൈസ്രോയി ആയിരുന്നു ഏറ്റവും ശക്തനായ വൈസ്രോയി അൽബുക്കർക്ക് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് പോർച്ചുഗീസ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയത്. ഗോവ പിടിച്ചടക്കി, കോഴിക്കോടിനെ ആക്രമിച്ചു. ഗോവ പിടിച്ചടക്കി ആരിൽ നിന്നുമാണ് ഗോവ പിടിച്ചടക്കിയത്? ബീജാപ്പൂരിലെ സുൽത്താനായ മുഹമ്മദ് ആദിൽ ഷാ നിന്നുമാണ് അദ്ദേഹം പിടിച്ചടക്കിയത്. അദ്ദേഹം കൊണ്ടുവന്ന വ്യവസ്ഥകളാണ് ഒന്ന് സതി നിർത്തലാക്കാൻ നോക്കിയത്. രണ്ടാമത്തത് ഈ സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും അടിച്ചിറക്കിയത്. മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചത്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. അടുത്തത് വന്നിട്ട് ഒരു ബോംബെ ദ്വീപിനെ കുറിച്ച് പറഞ്ഞു. ബോംബെ ദ്വീപ് എന്താണ്? 1661 ബ്രിട്ടീഷ് രാജകുമാരനായ ചാൾസ് രാജാവിന് പോർച്ചുഗീസുകാർ സ്ത്രീധനമായി നൽകിയ പ്രദേശമാണ്. ചാൾസ് രണ്ടാമൻ രാജകുമാരന് പോർച്ചുഗീസ് നൽകിയ സ്ത്രീധനമാണ് ഈ ബോംബെ ദ്വീപ് എന്ന് പറയുന്നത് എന്നായിരുന്നു 1661. പിന്നെ കോഴിക്കോടിനെ കാലിക്കറ്റ് എന്ന് വിളിച്ചു. കാപ്പാടിനെ കാപ്പ എന്ന് വിളിച്ചു. അവർക്ക് ഒരുപാട് മുന്നേറാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തദ്ദേശീയമായി ചെറുത്തുനിൽപ്പ്. മൂന്നാമത്തെ ഒരുപാട് സൈനിക ശക്തിയും അതുപോലെ നാവികശേഷിയും അവർക്കുണ്ടായിരുന്നില്ല. മൂന്നാമത്തത് ഡച്ചുകാരുടെ ആഗമനം. ഡച്ചുകാരെന്ത് ചെയ്തു? പിന്നെ അഴിപ്പിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് ഓൾറെഡി സാമൂതിരിയുമായിട്ട് ഉടക്കായിരുന്നു നടന്നത്. സാമൂതിരിയുടെ 4 നാവികപ്പടയുടെ തലവന്മാരായിരുന്നു മരക്കാർ പറയുന്നത്. 4 മരക്കാരുണ്ടായിരുന്നു. ഒന്നാമത്തെ അഹമ്മദ്, രണ്ടാമത്തത് പോക്കർ, മൂന്നാമത്തത് പടമരക്കാർ അല്ലെങ്കിൽ പട്ടുമരക്കാർ, നാലാമത്തത് മുഹമ്മദ് അലി. അങ്ങനെ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഗറില്ല യുദ്ധതന്ത്രങ്ങളാണ് അവർ പ്രഖ്യാപിച്ചത്. പിന്നെ 1513 സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ കണ്ണൂർ ഉടമ്പടി പുറത്തേക്കണം. കണ്ണൂർ ഉടമ്പടി എന്നായിരുന്നു 1513 1531 എന്തായി? ചാലിയൻകോട്ട. ഈ 13 തിരിച്ചിട്ട് 31 ചാലിയൻകോട്ട ആര് നിർമ്മിച്ചു? പോർച്ചുഗീസുകാർ നിർമ്മിച്ചു. 1571 നിന്ന് 1571 എന്ത് ചെയ്തു? ഈ ചാലിയൻകോട്ട മരക്കാരിലെ മൂന്നാമൻ തിരിച്ചു പിടിച്ചു. അതിനെ അനുബന്ധിച്ച് ആ ഒരു സമയത്ത് പ്രസിദ്ധീകരിച്ച ഒരു കാവ്യമാണ് ഫത്തുഹുൽ മുബീൻ എന്ന് പറയുന്നത്. ഫത്തുഹുൽ മുബീൻ വ്യക്തമായ വിജയം എന്നാണ് അർത്ഥം. പിന്നെ നാലാമനാണ് ഏറ്റവും പ്രശസ്തനായ മരക്കാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് അലി മരക്കാരാണ്. അദ്ദേഹമാണ് ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്ന് ബഹുമതി സ്വീകരിച്ചത്. അതുപോലെ തന്നെ നന്നായിട്ട് വ്യക്തമായിട്ടുള്ള യഥാർത്ഥ വീരൻ എന്ന് പറയുന്നത് കുഞ്ഞാലി നാലാമനാണ്. അദ്ദേഹത്തെ 1600 എന്ത് ചെയ്ത്? 1600 അദ്ദേഹത്തെ ഗോവയിൽ വെച്ച് വധിക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന അവിടെയാണ്, കോട്ടക്കലിലാണ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഒരു പരിശീലന കേന്ദ്രമുണ്ട്, നാവിക പരിശീലന കേന്ദ്രമുണ്ട്. അതിന്റെ പേരാണ് INS കുഞ്ഞാലി എന്ന് പറയുന്നത്. അത് മുംബൈയിലാണുള്ളത്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നാണ് 2000 സ്റ്റാമ്പ് പുറത്തിറക്കിയത്. പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? പൈന, പേരക്ക, പപ്പായ, പുകയില, മരച്ചീനി, കശുവണ്ടി ഇവയൊക്കെ കൊണ്ടുവന്നത് ആരാണ്? പിന്നെ വറ്റൽമുളക് ഇവയൊക്കെ കൊണ്ടുവന്നത് ആരാണ്?
ഇതൊക്കെ കൊണ്ടുവന്ന് പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിലുള്ള വാസ്തുവിദ്യ, സെന്റ് ഫ്രാൻസിസ് പള്ളി സ്ഥാപിച്ചു, ബോം ജീസസ് പള്ളി സ്ഥാപിച്ചു, മാനുവൽ കോട്ട സ്ഥാപിച്ചു. മാനുവൽ കോട്ടയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട, ആഴക്കോട്ട എന്നെല്ലാം പറയുന്നത് ഈ മാനുവൽ കോട്ടനെയാണ്. പിന്നെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചു. സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ, ഫസ്റ്റത്തെ വൈസ്രോയാണ്. 1505 അദ്ദേഹം കയറിയ ഉടനെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ സെന്റ് ആഞ്ചലോസ് കോട്ട സ്ഥാപിച്ചത്. ചാലിയം കോട്ട സ്ഥാപിച്ചു. ചാലിയം കോട്ട എന്ന് സ്ഥാപിച്ചത് 1531 പിന്നെ തോമസ് കോട്ട, പിന്നെ വാരാപ്പുഴ സെമിനാരി, ഇതൊക്കെ എന്താണ് അവിടെ നിന്നാണ് ഇതൊക്കെ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ മട്ടാഞ്ചേരി പാലസ്, ഡച്ച് കൊട്ടാരം എന്നറിയുന്ന മട്ടാഞ്ചേരി പാലസ് എല്ലാം സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. 1555 ഇവരിത് സ്ഥാപിച്ചത്, മട്ടാഞ്ചേരി പാലസ് സ്ഥാപിച്ചത്. 1663 ഡച്ചുകാർ ഇതിന്റെ അറ്റകുറ്റപ്പണി ചെയ്തു. അതുകൊണ്ടാണ് ഇത് ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്നത്. പിന്നെ ഈ പോർച്ചുഗീസുകാരെ തുരത്തിയതാരാണ്? ഡച്ചുകാരാണ് തുരത്തിയത് എന്നായിരുന്നു 1663. പിന്നെ ഓപ്പറേഷൻ വിജയ് എന്ന് നടത്തിയത് 1961. ഓപ്പറേഷൻ വിജയ് എന്താണ്? ഓപ്പറേഷൻ വിജയ് ഗോവയിൽ ഈ പോർച്ചുഗീസുകാരെ തുരത്തിയാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. ഉദയംപേരൂർ സുന്നഹദോസും പറഞ്ഞിരുന്നു, കൂനംകുരിശി സത്യവും പറഞ്ഞിരുന്നു. ഉദയംപേരൂർ സുന്നഹദോസ് പറഞ്ഞാൽ എന്താണ്? ഈ എല്ലാ ക്രൈസ്തവ സഭയെയും ഒരുമിച്ച് റോമൻ സഭയുടെയും മാർപ്പാപ്പയുടെയും ആധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നതായിരുന്നു ഉദയംപേരൂർ സുന്നഹദോസിന്റെ ലക്ഷ്യം. അപ്പോൾ ലത്തീൻ മാർഗം സ്വീകരിച്ചവരെന്ത് ചെയ്തു? കൊച്ചി രൂപതയിലെത്തി. സുറിയാനി അതിമാർഗത്തിലുള്ളവർ അങ്കമാലി രൂപതയിലും വന്നു. അതിനുശേഷം കൂനംകുരിശി സത്യം വന്നു. ഈ ഉദയംപേരൂർ സുന്നഹദോസ് എന്നാണ് നടന്നത്? 1599 ജൂൺ 20 നടന്നത്. ജൂൺ 20 മുതൽ 26 വരെയാണ് ഉദയംപേരൂർ സുന്നഹദോസ് നടന്നത്. പിന്നെ കൂനംകുരിശി സത്യം എന്നാണ് നടന്നത്? അതിനുശേഷമാണ് കൂനംകുരിശി സത്യം നടന്നത്. എന്താ സംഭവിച്ചു വെച്ചാൽ, പോർച്ചുഗീസുകാർ ഈ ലത്തീൻ ബിഷപ്പുമാരെ അവിടെ നിയമിച്ച അങ്കമാലി രൂപത അതിന്റെ പേരിലുള്ളതാണ്, സുറിയാനി ക്രിസ്ത്യാനികളുടെ പേരിലുള്ളതാണ്. അപ്പോൾ പോപ്പ് നൽകിയ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പോർച്ചുഗീസുകാർ അവിടെ ലത്തീൻ ബിഷപ്പുമാരെ നിയമിച്ചു. അപ്പോൾ ഈ സുറിയാനി ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ അങ്കമാലി രൂപത എന്ത് ചെയ്തു? അവര് ഒരു യാക്കോബിയ പത്രിയാർക്കീസിനെ സമീപിച്ച് അവർക്ക് ഒരു അഹറ്റല പറഞ്ഞൊരു സുറിയാനി ബിഷപ്പിനെ നിയമിക്കാൻ നോക്കി. ഈ അഹറ്റല പറഞ്ഞുള്ള സുറിയാനി ബിഷപ്പ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പോർച്ചുഗീസ് ഒരു ബന്ദിയാക്കിയെന്നും അദ്ദേഹത്തെ കൊല്ലപ്പെട്ടു എന്നുള്ള കിംവദന്തി പരന്നു. അഹറ്റല് പോർച്ചുഗീസുകാർ തടഞ്ഞിരുന്നു. അത് മേലാപ്പൂരിൽ വെച്ച് തടഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തെ കൊല്ലപ്പെട്ടെന്നും അതുപോലെ ബന്ദിയാക്കി എന്നുള്ള കിംവദന്തികളെല്ലാം പറഞ്ഞു. അപ്പോൾ അതിനെ പ്രതിഷേധിച്ച് ഈ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യും? അവര് എല്ലാവരും തളിച്ചും കൂട്ടി ഇനി മുതൽ ലത്തീൻ ബിഷപ്പുമാരെയൊന്നും അനുസരിക്കില്ല, അതുപോലെ ജസ്യൂട്ട് പുരോഹിതന്മാരെയൊന്നും അനുസരിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു. ഈ സംഭവമാണ് കൂനംകുരിശി സത്യാഗ്രഹം എന്ന് പറയുന്നത്. കൂനംകുരിശി സത്യാഗ്രഹമല്ല, കൂനംകുരിശി സത്യം എന്ന് പറയുന്നത്. ഇത് നടന്നത് എന്താണ്? 1653 വേറെ നടന്ന 1599 നടന്നു. 1600 തൊട്ട് മുന്നുള്ള വർഷം. പിന്നെ 1653 കൂനംകുരിശി സത്യം നടന്നത്. പിന്നെ അടുത്തതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡച്ചുകാരനെ കുറിച്ചാണ്. അപ്പോൾ ഡച്ചുകാർ എന്നത് എന്താണ്? 1595 ഡച്ചുകാർ ഇന്ത്യയിലെത്തിയത്. പോർച്ചുഗീസുകാർ എന്നെത്തിയത് 1498 പറഞ്ഞു. ഡച്ചുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചെന്നാണ് 1602 സ്ഥാപിച്ചു. അവർ അന്നോടനെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. പോർച്ചുഗീസുകാരനെ ഞാൻ പറഞ്ഞിരുന്നില്ല. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1628 എന്നാൽ 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഡച്ചുകാരിൽ ആദ്യമായി എത്തിയ പ്രതിനിധി എന്ന് പറയുന്ന ആരാണ്? വാണ്ടർ ഹേഗനാണ്. ആരാണ്? സ്റ്റീവൻ വാണ്ടർ ഹേഗനാണ് ഡച്ചുകാരിൽ എത്തിയ ഫസ്റ്റത്തെ പ്രതിനിധി എന്ന് പറയുന്നത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ പ്രതിനിധി എന്ന് പറയുന്നത് സ്റ്റീഫൻ വാണ്ടർ ഹേഗനാണ്. 1605 എന്ത് ചെയ്തു? അവർ മസൂളി പട്ടണത്ത് ഒരു ഫാക്ടറി സ്ഥാപിച്ചു. പിന്നെ 1658 എന്ത് ചെയ്തു? അവര് ഈ പോർച്ചുഗീസുകാരൻ തുരത്തിയിട്ട് കൊല്ലം പിടിച്ചടക്കി. 1658 ഡച്ചുകാർ പോർച്ചുഗീസുകാരനെ തുരത്തിയിട്ട് കൊല്ലം പിടിച്ചടക്കി. അങ്ങനെ കൊല്ലം പിടിച്ചടക്കിയപ്പോൾ അഡ്മിറൽ ആരാണ്? അഡ്മിറൽ വാൻഗോയിൻസ് ആണ്. അഡ്മിറൽ വാൻഗോയിൻസ്.
വാൻഗോയിൻസ്. അദ്ദേഹം എന്ത് ചെയ്തു? പിന്നെ അദ്ദേഹം കൊല്ലം പിടിച്ചടക്കി. 1663 രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, കൊച്ചി അവർ പിടിച്ചെടുത്തു. ഇതൊക്കെ പോർച്ചുഗീസുകാരുടെ നിന്നാണ് പിടിച്ചെടുക്കുന്നത്. കൊച്ചി പിടിച്ചെടുത്തു. പിന്നെ പള്ളിപ്പുറം കോട്ട 1663 തന്നെ പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തു. പിന്നെ തന്നെ 1663 മട്ടാഞ്ചേരി പാലസ് പുതുക്കി പണിഞ്ഞു. പിന്നെ ഒരു സന്ധിയുണ്ട് 1661 ആർക്ക് തമ്മിലുള്ള സന്ധി? അഴീക്കോട് സന്ധി. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് 1661 അഴീക്കോട് സന്ധി എന്ന് പറയുന്നത്. അതുപോലെ വെട്ടം യുദ്ധം നടന്നിട്ടുണ്ട്. വെട്ടം യുദ്ധം എന്നാണ് നടന്നത്? 1691 വെട്ടം യുദ്ധം നടന്നത്. ആ വെട്ടം യുദ്ധത്തിലാണ് ചേറ്റു എന്നുള്ള പ്രദേശം സാമൂതിരിക്ക് വിട്ടുകൊടുത്തത്. അപ്പോൾ 1691 വെട്ടം എന്ന യുദ്ധം ഉണ്ടായത്. ആ വെട്ട യുദ്ധം നടന്നപ്പോൾ ചേറ്റു എന്നുള്ള പ്രദേശം സാമൂതിരിക്ക് വിട്ടുകൊടുത്തു. 1621 അഴീക്കോട് സന്ധി ഉണ്ടാക്കി. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ അഴീക്കോട് സന്ധി. 1789 എന്ത് ചെയ്തു? കൊടുങ്ങല്ലൂർ കോട്ട, പള്ളിപ്പുറം കോട്ട എന്നിവ നമ്മുടെ രണ്ടാമത്തെ തിരുവിതാംകൂർ രാജാവായ ധർമ്മരാജ വിലയ്ക്ക് വാങ്ങിയിരുന്നു. 1789 1, 7, 8, 9 ഓർത്ത് വയ്ക്കുക. കോട്ടകൾ അതൊക്കെയാണ് പള്ളിപ്പുറം കോട്ടയും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ കോട്ടയും. ആര് മേടിച്ചു? തിരുവിതാംകൂറിലെ രണ്ടാമത്തെ രാജാവായ ധർമ്മരാജ അല്ലെങ്കിൽ വൈസ്രോയ് രാജ എന്നറിയപ്പെടുന്ന ധർമ്മരാജ ഡച്ചുകാരന് വിലക്ക് വാങ്ങി. അപ്പോൾ ഈ ഡച്ചുകാരുടെ അർത്ഥപ്പയനത്തിനും കാരണമായ യുദ്ധമുണ്ട്. അതാണ് കൊളച്ചൽ യുദ്ധം. അത് മറക്കരുത്. കൊളച്ചൽ യുദ്ധം ആരൊക്കെയാണ്? കൊളച്ചൽ യുദ്ധം വന്നിട്ട് തിരുവിതാംകൂറിലെ ഫസ്റ്റത്തെ രാജാവായ അനിഴം മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ ഡച്ചുകാരും തമ്മിലായിരുന്നു. അപ്പോൾ എന്തായിരുന്നു? ഇത് 1789 ഈ കോട്ട മേടിച്ചത്. അപ്പോൾ അതിന് മുമ്പായിരിക്കണം. 1741 ഓഗസ്റ്റ് 10 കൊളച്ചൽ യുദ്ധം നടന്നത്. ഈ കൊളച്ചൽ യുദ്ധം നടക്കാൻ കാരണമായ എന്താണെന്ന് വെച്ചാൽ ഡച്ചുകാരെന്ത് ചെയ്തു? ഈ കൽക്കുളത്ത് പീരങ്കിയുമായിട്ട് എത്തിച്ചേർന്നു. അവർ എന്ത് പിടിച്ചടക്കാൻ നോക്കി? കൽക്കുളം പിടിച്ചടക്കാൻ നോക്കി. എന്നിട്ട് അവരിങ്ങനെ മൂവ്മെന്റ് നടത്തുകയാണ്. അതായത് ഈ കൽക്കുളത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് എന്ത് ചെയ്തു? മാർത്താണ്ഡവർമ്മ കൊളച്ചലിൽ വെച്ചിട്ട് ഡച്ച് സൈന്യവുമായിട്ട് ഏറ്റുമുട്ടി. എന്നിട്ട് ഡച്ചുകാരനെ പരാജയപ്പെട്ടു. ആ ഡച്ചുകാരെ സൈനാധിപൻ എന്ന് പറയുന്നത് ഡെലനോയി ആയിരുന്നു. ഡച്ച് സൈന്യാധിപനായിരുന്നു ഡെലനോയ്. ഈ ഡെലനോയ് പിന്നീട് എന്തായി? ഡെലനോയ് പിന്നെ തിരുവിതാംകൂറിൽ തന്നെ താമസിച്ച് മാർത്താണ്ഡവർമ്മയുടെ വിശ്വസ്തനായ സർവ്വസൈനാധിപനായി. അദ്ദേഹം ഈ ഡെലനോയിനെ, മറക്കരുത് പേര് ഇമ്പോർട്ടൻ്റ് ആണ്, ഡെലനോയിനെ എന്ത് ചെയ്തു? ഈ സർവ്വസൈന്യാധിപനായിട്ട് ഈ തിരുവിതാംകൂറിൻ്റെ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്തനായിട്ട് അദ്ദേഹം നിയമിതനായി. പിന്നെ അദ്ദേഹം തിരുവിതാംകൂർ സൈന്യത്തെ എന്ത് ചെയ്തു? യൂറോപ്യൻ രീതിയിൽ പരിശീലിപ്പിച്ചു. തോക്കുകളും പീരങ്കിയും സൈന്യത്തിൽ അവതരിപ്പിച്ചു. സൈന്യത്തെ നവീകരിച്ചു. ഇതൊക്കെ ചെയ്തവരാണ്? ഡെലനോയിയാണ്. അദ്ദേഹത്തിന്റെ ശവകുടീരം അവിടെ സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ടയിൽ, തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ് ഡെലനോയുടെ അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓർക്കേണ്ടത് കൊളച്ചൽ യുദ്ധമാണ്. കൊളച്ചൽ യുദ്ധം നടന്നത് എന്താണ്? 1741 ഓഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളം പിടിച്ചെടുക്കാൻ ആര് ശ്രമിച്ചു? ഡച്ചുകാർ ശ്രമിച്ചു. അതുകൊണ്ട് മാർത്താണ്ഡവർമ്മ ഇവരെ കൊളച്ചൽ വെച്ചിട്ട് പരാജയപ്പെടുത്തി. 1741 ഓഗസ്റ്റ് 10 ഇത് സംഭവിച്ചത്. അതിൽ ആര് ജയിച്ചു? മാർത്താണ്ഡവർമ്മ ജയിച്ചു. അനിഴം മാർത്താണ്ഡവർമ്മ ജയിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? ഡെലനോയിനെ പിടിച്ചടക്കി. ഡെലനോയ് പറയുന്ന അവിടുത്തെ സൈന്യാധിപനായിരുന്നു, ഡച്ചിന്റെ സൈന്യാധിപനായിരുന്നു. ഡെലനോയ് അദ്ദേഹത്തിന്റെ വിശ്വസ്തനെ. ഡെലനോയിനെ പിന്നെ വലിയ കപ്പിത്താൻ എന്നുള്ള പോസ്റ്റിൽ ഇവിടെ നിയമിച്ചു, തിരുവിതാംകൂറിൽ നിയമിച്ചു. 1753 ഓഗസ്റ്റ് 15 ഒരു സന്ധി നടന്നിരുന്നു. അതാണ് മാവേലിക്കര ഉടമ്പടി. എന്തിന്? മാവേലിക്കര ഉടമ്പടി. ഇതോടെയാണ് എന്ത് ചെയ്തത്? ഈ ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാനുള്ള കാരണമുണ്ടായത്. ഈ ഉടമ്പടി പ്രകാരം എന്ത് ചെയ്യണം? ഡച്ചുകാർ ഇനി നാട്ടുരാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല. അതുപോലെ തിരുവിതാംകൂറിന്റെ ശത്രുരാജ്യങ്ങളുമായിട്ട് സഖ്യം കൂടാൻ പറ്റില്ല. ഈ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. ഇത് ആർക്ക് തമ്മിലായിരുന്നു? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു. അങ്ങനെ മാവേലിക്കരയിൽ വെച്ച് ഒപ്പിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡച്ചുകാരനെ കുറിച്ച് അറിയാനുള്ളത്. അടുത്തത് ഡച്ചുകാരുടെ സംഭാവനകളാണ്. ഡച്ചുകാരുടെ സംഭാവനകൾ പറയുമ്പോൾ ഒന്നാമത്തത് അവരിൻ്റെ ഈ വസ്ത്രത്തിന് നിറം കൊടുക്കുന്ന ഒരു രീതിയുണ്ട്, ബാത്തിക് പാറ്റേൺ. എന്താ പറയുക അതിനെ? ബാത്തിക് പാറ്റേൺ. അത് കൊണ്ടുവന്നു. പിന്നെ ഉപ്പ് നിർമ്മാണം,
തുണിക്ക് ചായമുക്കൽ എന്ന സംഭവം, ഉപ്പ് നിർമ്മാണം, അതുപോലെ തുണിക്ക് ചായമുക്കൽ ഇവ സംഭവം ചെയ്തു. പിന്നെ അറിയാം ഡച്ച് വാസ്തുവിദ്യ സമ്മാനിച്ചു. ബോൾഗാട്ടി കൊട്ടാരം പണിയിപ്പിച്ചു. 1744 ബോൾഗാട്ടി കൊട്ടാരം. പള്ളിപ്പുറത്ത് ആശുപത്രി സ്ഥാപിച്ചു. പള്ളിപ്പുറത്ത് കുഷ്ഠരോഗികൾക്കായിട്ട് ആശുപത്രി സ്ഥാപിച്ചു. പള്ളിപ്പുറത്ത് കുഷ്ഠരോഗികൾക്കായി ആശുപത്രി പണി കഴിപ്പിച്ചു. പിന്നെ ചേറ്റുവക്കോട്ട അവിടെയാണ്, ഗുരുവായൂരിലാണ് ചേറ്റുവക്കോട്ട, അത് സ്ഥാപിച്ചു. പിന്നെ ഏറ്റവും വലിയ കാര്യമുണ്ട്, ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാർക്കസ് ആണ്. ഹോർത്തൂസ് മലബാർക്കസ്. എന്താ ഹോർത്തൂസ് മലബാർക്കസ്? ഈ മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാർക്കസ്. ഇത് തയ്യാറാക്കിയ ഭാഷ എന്താണ്? ലാറ്റിൻ ഭാഷയിലാണ്. പിന്നെ ഇതിൽ പ്രതിപാദിക്കുന്ന ആദ്യ വൃക്ഷം എന്ന് പറയുന്നത് എന്താണ്? തെങ്ങാണ്. അത് ചോദിച്ചിട്ടുണ്ട്, മുമ്പത്തെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അവസാനത്തെ മരം എന്ന് പറയുന്നത് ആലാണ്. ഇതിന്റെ മറ്റൊരു പേര് എന്താണ്? കേരള രാമം എന്നാണ്. എന്താണ്? കേരള രാമം എന്നാണ്. ഇത് തയ്യാറാക്കിയത് ആരാണ്? അഡ്മിറൽ വാൻ റീഡ് ആണ്. അഡ്മിറൽ വാൻ റീഡ് ആണ് ഇത് തയ്യാറാക്കിയത്. ഇതിന് സഹായിച്ചവരൊക്കെയാണ് ഈ ജോൺ മാത്യൂസ് അല്ലെങ്കിൽ ഫാദർ മാത്യൂസ് എന്നുള്ള കർമ്മപുരോഹിതൻ. മലയാളി വൈദ്യനാരാണ്? ഇട്ടി അച്യുതനാണ് ഇതിന് സഹായിച്ചിട്ടുണ്ട്. ഇത് പ്രസിദ്ധീകരിച്ച വർഷം എത്ര? 1678 to 1703. അങ്ങനെ 12 വാല്യങ്ങളായിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. 1678 മുതൽ 1703 വരെയാണ്. ഇത് പ്രസിദ്ധീകരിച്ച സ്ഥലം നെതർലാൻഡാണ്. അതാണ് നെതർലാൻഡിലെ ആംസ്റ്റർഡാം ആണ് ഇത് പ്രസിദ്ധീകരിച്ച സ്ഥലം എന്ന് പറയുന്നത്. ഹോർത്തൂസ് മലബാർക്കസിന്റെ അർത്ഥം എന്താണ്? മലബാറിന്റെ പൂന്തോട്ടം എന്നാണ് ഹോർത്തൂസ് മലബാർക്കസിന്റെ അർത്ഥം. അപ്പോൾ ഇതൊക്കെയാണ് ഡച്ചുകാരുടെ സംഭാവനകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ആര്? ഫ്രഞ്ചുകാരെ കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. ഫ്രഞ്ചുകാർ അവസാനമാണ് എത്തിയത്. ആദ്യം പോർച്ചുഗീസുകാരെത്തി, ഡച്ചുകാരെത്തി, പിന്നെ ഇംഗ്ലീഷുകാരെത്തി, പിന്നെയാണ് ഫ്രഞ്ചുകാരാണ് ലാസ്റ്റ് വന്നത്. പിന്നെ അവര് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചെന്നാണ് 1664. 1628 പോർച്ചുഗീസുകാർ. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇനി ഈ സമയത്ത് ഇവിടുത്തെ ഫ്രാൻസിലെ രാജാവ് എന്ന് പറയുന്നത് ലൂയി 14 പിന്നെ തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരങ്ങളിൽ നിന്ന് അടിമകളെ കയറ്റുമതി ചെയ്തിരുന്ന സാമ്രാജ്യത്വ ശക്തികളാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. കേരളത്തിലെ ഫ്രഞ്ചിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് മാഹിയാണ്. കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര ഏതാണ്? മാഹിയാണ് അല്ലെങ്കിൽ മയ്യഴിയാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് മയ്യഴിപ്പുഴയാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? മയ്യഴിപ്പുഴയാണ്. ഫ്രഞ്ചുകാരെന്ന ഇന്ത്യ വിട്ടുപോയത് 1954 ഇന്ത്യ വിട്ടുപോയത്. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിൽ ആസ്ഥാനം എവിടെയാണ്? പോണ്ടിച്ചേരിയാണ്. അതുകൊണ്ടാണ് ഈ മാഹിയെല്ലാം പോണ്ടിച്ചേരി ആസ്ഥാനമായിട്ട് വരുന്നത്. പോണ്ടിച്ചേരിയാണ് ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ ഇവർ 2 ഫാക്ടറി പണികഴിപ്പിച്ചു. ഒന്ന് സൂറത്തിൽ, വേറൊന്ന് മസൂളിയിൽ. പിന്നെ മയ്യഴിക്കോട്ട സ്ഥാപിച്ചെന്നാണ് 1724 മയ്യഴിക്കോട്ട സ്ഥാപിച്ചത്. ഫ്രഞ്ചുകാർ 1954 ഇന്ത്യ വിട്ടുപോയി. എത്രയുമേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഫ്രഞ്ചുകാർ. അടുത്തതാണ് ഇംഗ്ലീഷുകാരെ കുറിച്ച് പിന്നെ പറയാൻ മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷുകാരിൽ ആദ്യമായിട്ട് കേരളത്തിൽ വന്ന ഇംഗ്ലീഷുകാരെന്ന് പറയുന്നത് റാൽഫ് ഫിച്ച് ആണ്. ആരാണ്? റാൽഫ് ഫിച്ച്. അദ്ദേഹം എന്നെത്തിയത് 1583 എത്രയിലെത്തി? 1583 മാസ്റ്റർ റാൽഫ് ഫിച്ച് എന്നറിയപ്പെടുന്നു. ഒന്നാമത്തെ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നു. ഇംഗ്ലീഷുകാരൻ എന്താ പറയുക? സീമക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ 1615 യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. ക്യാപ്റ്റൻ കീലിംഗ് പറഞ്ഞ വ്യക്തിയാണ് എത്തുന്നത്. 3 കപ്പലുകളുമായിട്ട് ചേർന്നിട്ട് അവിടെ എത്തി. ഈ കോഴിക്കോട് സാമൂതിരിയുടെ അടുത്തെത്തി. എന്നിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി ക്യാപ്റ്റൻ കീലിംഗ്. എന്താ ഉടമ്പടി? ഒന്ന്,
കൊടുങ്ങല്ലൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും പോർച്ചുഗീസുകാരെ ബഹിഷ്കരിക്കാൻ എന്ത് സഹായിക്കും? ഇംഗ്ലണ്ടുകാർ സഹായിക്കും. ഒന്നാമത്തെ എന്താണ്? കൊടുങ്ങല്ലൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും പോർച്ചുഗീസുകാരെ തുരത്താൻ ഇംഗ്ലീഷുകാരെ സഹായിക്കും. രണ്ടാമത്തത് വാണിജ്യം നടത്താനുള്ള സൗകര്യം ഈ സാമൂതിരി ഇംഗ്ലീഷുകാർക്ക് പെർമിറ്റ് ചെയ്യും. ഇതായിരുന്നു ആ ഉടമ്പടി. പിന്നെ 1634 എന്ത് ചെയ്തു? ഈ പോർച്ചുഗീസുകാർ ഈ ഇംഗ്ലീഷുകാരുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി. അതുകൊണ്ട് എന്തായി? ഈ ഇംഗ്ലീഷുകാർക്ക് ഈ പോർച്ചുഗീസുകാർ നടത്തിയിരുന്ന എല്ലാ തുറമുഖങ്ങളിലേക്കും പ്രവേശനം ലഭിച്ചു. 1644 ഇത് കഴിഞ്ഞിട്ട് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇവർ പണ്ടകശാല സ്ഥാപിച്ചു. അവിടെ നിന്ന് വിഴിഞ്ഞത്തിലാണ് സ്ഥാപിച്ചത്. വിഴിഞ്ഞത്ത് സ്ഥാപിച്ചു. അതുപോലെ തന്നെ 1664 ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ സാമൂതിരി ഇവർക്ക് ഇംഗ്ലീഷുകാരെ അനുവദിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഇംഗ്ലീഷുകാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ വന്ന സമയത്ത് അവർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ അതുപോലെ ഇവിടെ ഉണ്ടായ കലാപങ്ങളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. നമുക്കതൊരു സീക്വൻസ് ആയിട്ട് പറയാം. അപ്പോൾ ഇന്നേക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.